അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ ഖാതമിൻ നബിയ്യീൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി സ്സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. വേദിയിലും സദസ്സിലുമുള്ള സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരികളെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, നമ്മൾ ഈ യുവാക്കളുടെ യുവത്വത്തിൻ്റെ ഒരു വാരിക അതതിൻ്റെ 50-ാം വർഷത്തിലേക്ക് എത്തി. അതിൻ്റെ ഒരാഘോഷത്തിലാണ്. പക്ഷേ ഇതിന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് കഥകൾ ഇപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ കേട്ടു. ലോകത്ത് നടക്കുന്ന പല കഥകളുമുണ്ട്. പക്ഷേ ഈ കഥകളിലൊക്കെ ആയാലും ചില കാര്യങ്ങളിൽ വലിയ ലോകം അങ്ങനെയാണ്, മാറിക്കൊണ്ടും മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ഒരു കഥ ഖുർആൻ്റെ ഭാഗത്തു നിന്നാണ് പറഞ്ഞത്. നമ്മൾ ശബാബാണല്ലോ, യുവത്വത്തിൻ്റെതാണല്ലോ, യുവാക്കളുടെ കഥയാണത്. കാരണം ലോകം ആകെ അധാർമികതയിലേക്ക് പോയി, ബഹുദൈവാരാധനയിലേക്ക് പോയി. ഇങ്ങനെ ബഹുദൈവാരാധനയിൽ പോയി ഭരണകൂടം, നാട്ടുകാരെല്ലാം. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു യുവാവിൻ്റെ മനസ്സിൽ തോന്നുകയാണ്, എന്താ നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്പരാട്ടി? ഈ കല്ലിൻ്റെ മുന്നിൽ, ഈ കബറിൻ്റെ മുന്നിൽ, ഈ ശവങ്ങളുടെ മുന്നിൽ, ജീവനില്ലാത്ത കേൾക്കാത്ത അതിൻ്റെ മുന്നിൽ, അവിടെയാണോ നമ്മളെ പ്രയാസങ്ങൾ പറയുന്നത്? അവരോടാണോ നമ്മളെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും ഉള്ളത്? നമുക്ക് എല്ലാം കാണുന്ന സർവശക്തനായ, എന്നു ജീവിക്കുന്ന, മരണമില്ലാത്ത ഒരു ലോക സൃഷ്ടാവില്ലേ? അവനോടല്ലേ നമ്മളിത് പറയേണ്ടത്? അല്ലാതെ നമ്മൾ ഇവരോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? പക്ഷെ ആ നാട്ടിലത് പറയാൻ വയ്യ. പറഞ്ഞാൽ അവർ ഒറ്റപ്പെട്ടു പോവും. അങ്ങനെ ഏതായാലും ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരിങ്ങനെ കേട്ടപ്പോൾ അയാളിത് അല്ലെങ്കിൽ ഞാൻ ഈ കൂട്ടത്തിൽ ഏതായാലും ഇല്ല, അയാൾ മാറി നിൽക്കുന്നു. അങ്ങനെ യുവാക്കളിലാണ് ചിന്ത വരിക. ആദ്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറഞ്ഞപ്പോൾ അവിടുത്തെ ഈ മാറ്റം വന്നത് സെമേന ഫത്തൻ യദ്കുറും യുക്കാലോ ഇബ്രാഹിം എന്നാണ്, ചെറുപ്പക്കാരനാണ്. എന്താ ഇപ്പം എൻ്റെ വാപ്പിയും കുടുംബമൊക്കെ കാട്ടിക്കൂട്ടുന്ന കോപ്പിലാട്ടി? ഇതിന് മുന്നിൽ ഇവയ്ക്ക് നേർച്ചയും വഴിപാടും ഇതൊക്കെ വർത്തിക്കൊണ്ടിരിക്കുന്നു. കേൾക്കാത്ത, കാണാത്ത, ഉപകാരം ചെയ്യാത്ത, ഉദ്രം ചെയ്യാത്ത. അപ്പം അതല്ലല്ലോ, നമുക്ക് ബുദ്ധിപരമായി അവിടുന്ന് മാറ്റം വേണം. നമ്മൾ സൃഷ്ടാവിലേക്ക് മടങ്ങണം. അതാണ് അതിൻ്റെ സന്ദേശം. അങ്ങനെ ഈ യുവാക്കൾ ഇങ്ങനെ ഓരോന്നായി മാറിയ വന്നപ്പോൾ അവസാനം 8-9 ആളായി. പക്ഷെ എന്നാലും അവർക്ക് ധൈര്യം കിട്ടുന്നില്ല. ചെറുപ്പക്കാരാണെങ്കിൽ ഒരു ധൈര്യം വരുന്നില്ല. നമ്മളെങ്ങനെ നാട്ടുകാരോട് ഇത് പറയും? അവസാനം അവരെല്ലാവരും മാറി നിന്ന് ഈ നാട് അങ്ങനെ ആകെ മാറി പോയിരിക്കണമല്ലോ. അവരെത്തുന്ന ഒരു ഗുഹയിലേക്കാണ്. നമ്മൾ ഇവിടെ നിന്ന് അന്ത്യം ഉറങ്ങാം. അതാണ് കഹ്ഫ്, ആ ഗുഹ. അവിടെ ആ ചെറുപ്പക്കാർ അന്ത്യം ഉറങ്ങുകയാണ്. പക്ഷെ അവിടെയാണ് പടക്കം ഉറക്കി കടത്തി അവരതിൻ്റെ ഉള്ളിലാണ് കടത്തി. അവരുടെ കൂടെ കൂടി ഒരു നായ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കടത്തം 300 ചില്ലാനം കൊല്ലം, അതാണ് 300-ലധികം വർഷം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ പിന്നെ ഉണർന്നു നോക്കുമ്പോൾ അവർക്കറിയില്ല നമ്മൾ എത്ര കാലമായി ഉറങ്ങിയിരുന്നു. ഒരു തമ്പൻ നമ്മൾ ചോദിക്കുകയാണ്, നമ്മൾ അവിടെ കിടന്നിട്ട് ഉറങ്ങി എത്ര കാലമായി നമ്മൾ ഉറങ്ങിയിട്ട്? നമ്മൾ ഒരു ദിവസമായിട്ട് ഇന്നലെ വൈകുന്നേരത്തല്ലേ, ഇന്ന് വൈകുന്നേരം ആകാൻ പോകണല്ലോ. അപ്പോൾ ഒരു ദിവസം തന്നെ തികഞ്ഞിട്ടില്ല, ഒരു ദിവസം തന്നെ പൂർത്തിയായിട്ടില്ല. അവർക്ക് അത്രേ തോന്നുന്നുള്ളൂ. പക്ഷെ എന്നാലും വിശക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരുന്നല്ലോ. നമ്മുടെ കയ്യിൽ നാണയം ഉണ്ടല്ലോ, പുറത്തു പോകുക. ഒരാളെ ഭക്ഷണം പറഞ്ഞയച്ചു. ഈ ഭക്ഷണം പറഞ്ഞയച്ച ആൾ ഭക്ഷണത്തിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുമ്പോൾ പൈസ എടുത്ത് നോക്കുകയാണ് ആൾ. ഇതെന്താ, ഇതെവിടുന്ന് അത് കിട്ടി? ഇതെന്താ വന്നത്? ഇതിൻ്റെ കാലമൊക്കെ എത്ര കഴിഞ്ഞിട്ട്, എത്ര കാലമായി ഇതൊക്കെ എടുത്തു പോയിട്ട്? ഈ നാണയം 300 ചില്ലാനം കൊല്ലം കഴിഞ്ഞിരിക്കുന്നത്. ഇത് ഈ ചെറുപ്പക്കാരറിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഇവരെപ്പറ്റി അറിയുന്നത്. പക്ഷേ ഈ ചെറുപ്പക്കാർ എന്തിനാണ് പോയത്? ലോകത്തൊന്നും പറ്റാത്ത അവസ്ഥയിൽ. പക്ഷേ ഈ കാലം വന്നപ്പോഴേക്ക് നാടാകെ മാറിയിരിക്കുന്നു. അത് രസനൊക്കെ രസം. ഈ ചെറുപ്പക്കാർ എന്തിനാണ് ഗുഹയിൽ പോയി ഒളിച്ചത്? അവരുടെ ആദർശത്തിലേക്ക് നാടാകെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാറ്റങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഏത് മാറ്റങ്ങൾ വന്നാലും നമ്മളിത് ഉണ്ട്, ഈ യുവാക്കളുടെ പോയ ആ ഉറച്ചു നിൽക്കുന്നൊരു മനോഭാവം, അവിടെയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എപ്പോഴും മനുഷ്യരൊന്നാണ്. എല്ലാവർക്കും ഒരേ ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിനെ ഉള്ള ഓർമ്മ വിട്ടുപോയിട്ട് എന്ത് കഥകളും ചരിത്രങ്ങളും പറഞ്ഞിട്ടില്ല. അത് നമ്മൾ ജനങ്ങളോട് പറയുമ്പോൾ
നമുക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ളത്, ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കും, നമ്മളെ അഭിമുഖീകരിക്കുന്നതാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും കാരുണ്യവും ഉണ്ടാവട്ടെ. ആ സമാധാനത്തിലേക്ക് നമ്മൾ പോകണം. ആ സമാധാനത്തിൻ്റെ സന്ദേശമാണ് പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയ സന്ദേശം. ആ സന്ദേശമാണ് പരിശുദ്ധ ഖുർആൻ്റെ സന്ദേശം. പക്ഷെ ആ സന്ദേശം ഉൾക്കൊണ്ടത് ആരാണ്? ഉൾക്കൊണ്ടത് സന്ദേശവാഹകരാണ് ആദ്യം ഉൾക്കൊള്ളേണ്ടത്. മുസ്ലിങ്ങളായ നമ്മളാണ് ആദ്യം ഉൾക്കൊള്ളേണ്ടത്. നമ്മൾ ഭയപ്പെടുന്നു. കാരണം ഇസ്ലാമിൻ്റെ നിയമാകമാനം സിവിൽ നിയമം പോവുകയാണ്, എല്ലാ നിയമങ്ങളും പോകുന്നു. മുസ്ലിമുകളെ അങ്ങനെ ആക്കാൻ പോകുന്നു, ഇങ്ങനെ ആക്കാൻ പോകുന്നു. അതൊക്കെ അതിന് നിയമപ്രകാരം ജനാധിപത്യം നിലനിർത്താൻ മാർഗങ്ങൾ എന്താണ് ഭൗതികം, അതൊക്കെ നമ്മൾ നോക്കണം. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാലും നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? വിശ്വാസം നമ്മുടെ കയ്യിലുണ്ടോ? ഈ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടോ? അത് മനസ്സിലാക്കി ജീവിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? ഒരു ഭയം ആവശ്യമില്ല. ഖുർആൻ നമുക്ക് സമാധാനമില്ല. തെഹിനു വല തഹസനു, നിങ്ങൾ ദുർബലരാവരുത്, നിങ്ങൾ ദുഃഖിക്കരുത്. അന്തുമുൽ ആലം, നിങ്ങൾ ഉന്നതന്മാരാണ്. ഇൻകുന്തുൽ മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാവണം. നിങ്ങൾ നോക്കി ഇവിടെ എല്ലാം വലിയൊരു ഭീഷണി, ഇവിടെ ഇപ്പോൾ വലിയൊരു ഭീഷണി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് തുടങ്ങിയെന്നറിയോ? ഞങ്ങൾ ഈ 4 കെട്ട് നിർത്തും, ഞങ്ങളിവിടുത്തെ മുത്തലാഖ് നിർത്തും, ഞങ്ങളിവിടുത്തെ മറ്റേ ഞങ്ങൾ നിർത്തും, ഇതൊക്കെ നിർത്തും. എന്തെങ്കിലും നിർത്തിക്കോട്ടെ, അതൊക്കെ നമുക്ക് കാര്യങ്ങളുണ്ടോ? ആർക്കത് 4 കെട്ട് നിർത്തണം, 4 വിവാഹം കഴിക്കണം എന്നൊരാൾക്ക് തോന്നിയാൽ നിർത്താൻ ആർക്കാ കഴിയുക? ഒരു നിയമത്തിനും കഴിയില്ല. എനിക്ക് അതല്ല കാണേണ്ടത്. ഇവിടെ എത്ര നിയമമാണ് ശരി. കാരണം ഇവിടെ ഒരു യുവാവിനും യുവതിയും പ്രായം കഴിഞ്ഞാൽ ഒന്നിച്ച് ജീവിക്കുന്ന തടസ്സം ചെയ്യാൻ ആർക്കും കഴിയില്ലല്ലോ. ഒരു യുവാവും ഒരു യുവതിയും അവർക്ക് ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞാൽ അതിനൊന്നും ആരാ അവസ്ഥ ചെയ്യുന്നത്? അവർ വിവാഹം കഴിക്കണമല്ലേ എന്ന്. അവർക്ക് പുരോഹിതത്തിൻ്റെ കാർമ്മികത്വം വേണ്ട, അവർക്ക് ഗവൺമെൻറ് രജിസ്ട്രേഷൻ വേണ്ട. അവർക്ക് വിവാഹ നിയമപ്രകാരമാണെങ്കിൽ ഒരു സാക്ഷിയും ഒരു രക്ഷാധികാരിയെ വേണ്ടുള്ളൂ. അത് അവർ തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ തടസ്സം ചെയ്യാൻ ആർക്കും കഴിയും. പക്ഷെ അതൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് 4 കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നീതി പാലിക്കാനാണ് പറയുന്നത്. നീതി പാലിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒന്നേ വിവാഹം കഴിക്കാവൂ എന്ന് ഖുർആൻ നമ്മൾ പറയുന്നു. നിങ്ങൾക്ക് അതിനെ നീതി പാലിക്കാൻ സാധിക്കൂ. ആ നീതിയാണ് നമ്മൾ നോക്കേണ്ടത്. നീതി നഷ്ടപ്പെടുമ്പോഴാണ് ഭീകരത ഉണ്ടാകുന്നത്, അപ്പോഴാണ് ഇതിലേക്ക് തരാറാകുന്നത്. അതുകൊണ്ട് നീതിയിലേക്ക് മടങ്ങുക. ഇന്നല്ലാഹു യഅ്മുറുക്കും ബിൽ അദൽ, അള്ളാഹു നീതി പാലിക്കും നമ്മൾ പറയുന്നു. അപ്പം നീതി അത് ഈ കുടുംബജീവിതത്തിലായാലും ഏത് ജീവിതത്തിലായാലും നമുക്കുണ്ടാവണം. അതിൻ്റെ കൂടെയായിരിക്കണം എപ്പോഴും നമ്മളും. നീതിയിൽ നിന്ന് പോയാൽ പിന്നെ പോകുന്നത് ഭീകരതയിലേക്കാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി നമ്മൾ നീതിയിലേക്ക് ഖുർആനിലേക്ക് മടങ്ങുക. ഇനിയിപ്പോൾ ഇവിടെ സിവിൽ ക്രിമിനൽ നിയമങ്ങളൊക്കെ വ്യക്തി നിയമങ്ങളൊക്കെ മാറ്റി വെക്കുക. ഇവിടെ വ്യക്തി നിയമങ്ങൾ എന്തിനാണ്? നമ്മൾ ഒരാൾ എങ്ങനെ ജീവിക്കണം, ഖുർആൻ പറയുന്ന പോലെ ജീവിക്കാൻ ആർക്കാ തടസ്സം ചെയ്യാൻ കഴിയുക? നമ്മുടെ സ്വത്ത് ഓഹരി വെക്കണം, ഇന്നമാർക്ക് ഓഹരി വെക്കണം. അതിന് നമുക്ക് അവിടെ മഹല്ല് സംവിധാനങ്ങളുണ്ട്, കുടുംബ സംവിധാനങ്ങളുണ്ട്. അതനുസരിച്ച് നമ്മുടെ സ്വത്ത് നമ്മൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പാടില്ല എന്ന് പറയാൻ ആർക്ക് തടസ്സം ചെയ്യാൻ കഴിയും? ഒരു നിയമത്തിനും കഴിയില്ല, പോലീസുകാരും കഴിയില്ല, സർക്കാരിനും കഴിയില്ല. പക്ഷെ നമ്മുടെ മനസ്സ് ശരിയാവണം. നമ്മളെ നിയമപ്രകാരം ജീവിക്കാൻ സന്നദ്ധതയുള്ളൂ എന്നുള്ളിടത്തേക്ക് നമ്മൾ എത്തിച്ചേരണം. അങ്ങനെയായാൽ നമുക്ക് ആ ജാതി ഭയമൊന്നും വേണ്ട. അതിലൊക്കെ ഉപരി അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും, അവൻ നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ അതിന് നിലയ്ക്ക് നമ്മൾ ഈ ഖുർആൻ അത് മനുഷ്യന് സമാധാനം നൽകുന്നതാണ്, അതിന് ജീവൻ നമുക്ക് സമാധാനം നൽകുന്നതാണ്. പക്ഷേ അതിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറുണ്ടോ? അതാണ് നമ്മൾ വേണ്ടത്. ആ ഖുർആന്റെ സന്ദേശം, അതിനു വേണ്ടിയാണ് നമ്മുടെ ശബാബിൻ്റെ പ്രവർത്തനം. യുവാക്കളുടെ ആദ്യമായി ഒരു മതരംഗത്ത് ആദ്യമുണ്ടായ യുവസംഘടനയാണ് ഈ ISM എന്ന് പറയുന്നത്. ആ ISMൻ്റെ മുഖപത്രമാണ് ആദ്യം ദിവാരിയായിട്ടും പിന്നീട് വാരികയായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ വന്ന്. പക്ഷേ അതിനെത്ര ത്യാഗം സഹിക്കേണ്ടി വന്നിരിക്കുന്നു. യുവാക്കളുടെ ഈ സംഘടന ആദ്യമായി മതരംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു യുവസംഘടനയെ അതിൻ്റെ ആദർശമായി പോയിരിക്കുന്നു നഷ്ടപ്പെട്ട് ആദ്യമായി പിരിച്ചുവിട്ട യുവസംഘടനയും അവിടെ ISM ആണല്ലോ. പക്ഷെ പിരിച്ചുവിട്ടിട്ട് പിരിഞ്ഞു പോകാൻ വന്നിട്ടുണ്ടോ? പിരിഞ്ഞു പോകാൻ സാധിച്ചിട്ടുണ്ടല്ലോ? പിടിച്ചു നിൽക്കാൻ കഴിയും. ഈ ഖുർആൻ ഒരുങ്ങി നിന്നാൽ ആര് പിരിച്ചുവിട്ടാലും പോവില്ല, അത് അതേ നിലയ്ക്ക് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ആ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. അത് ഈ ലോകത്തെ വെളിച്ചമുണ്ടാക്കും, നമുക്ക് വിജയിക്കാൻ കഴിയും. ആ വിജയത്തിന് ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ അപകടങ്ങൾ. ISM ആണ് ഇവിടെ വാസ്തവത്തിൽ KNM ഉണ്ടായി, ജമിയത്തുൽ ഉണ്ടായി, KNM ഉണ്ടായി. ആ KNM ദുർബലമായൊരവസ്ഥയിലെത്തി. ഒരു ഓഫീസിൽ 2-3 ആളും ഒരു അൽമനാറും അങ്ങനെ വിതരണം ചെയ്യും. മറ്റ് സംഘടനകൾ വന്നിട്ട് നമ്മളെ പരിഹസിക്കുന്നു. കാരണം മുജാഹിദ് എന്നൊരു കൂട്ടരുണ്ട്, അവർക്ക് യാതൊരു ലക്ഷ്യമില്ല, ആദർശമില്ല. അതാ വരുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, അതിൻ്റെ പിന്നിലും കുറച്ച് മുജാഹിദുണ്ട്. അതാ വരുന്ന ഒരു സോഷ്യലിസ്റ്റുകാരൻ, അതിൻ്റെ പിന്നിലും കുറച്ച് മുജാഹിദുണ്ട്. അതാ വരുന്ന ഒരു ലീഗുകാരൻ, അതിൻ്റെ പിന്നിലും മുജാഹിദുണ്ട്. അതാ വരുന്ന ഒരു കോൺഗ്രസ്സുകാരൻ, അതിൻ്റെ പിന്നിൽ മുജാഹിദുണ്ട്. ഇങ്ങനെ കളിയാക്കാൻ വരുന്ന സംഘടന. ആ സംഘടന കൂടെ വേദി നമ്മൾ മുജാഹിദുകളും പങ്കിടുക.
അവിടേക്ക് എത്തിയാൽ അതിൻ്റെ ദൗർബല്യം എത്രയാണ്. ആ സമയത്താണ് ഇത് മാറ്റാൻ എന്ത് ചെയ്യണം. അപ്പോഴാണ് യുവാക്കളുടെ ഒരു കൂട്ടായ്മ വേണമെന്ന് ചിന്തിച്ചത്. വേണോ വേണ്ടതെന്ന് ചിന്തിച്ച് അവിടെ ഇവിടെയും യോഗം ചേർന്നു, പാലക്കാട് ചേർന്നു, കൊച്ചി ചേർന്നു, അവസാനം ചേർന്നിട്ടാണ് ഇത്തിഹാദ് ശുബാനും മുജാഹിദീൻ വേണമെന്ന് പറഞ്ഞത്. ആ സംഘടനയുണ്ടായി, അതിന് മുഖപത്രമുണ്ടായി. ആ സംഘടന അതിൻ്റെ ആദ്യ സംഘടനയിൽ മാറ്റം വരുത്തി. കാരണം 2-3 ആളുകളുടെ ഒരു ഓഫീസിൽ കഴിയുന്ന പോരാ, അതിന് ശാഖകൾ വേണം, കൗൺസിൽ വേണം, ജില്ലാ സമിതികൾ വേണം എന്നൊക്കെ പറഞ്ഞു. അവരെല്ലാം മെമ്പർഷിപ്പ് കൊടുത്തു, തെരഞ്ഞെടുത്തു. അതിന് അവസാനം സെക്രട്ടറി ഒന്ന് മാറ്റി. ആദ്യത്തെ സെക്രട്ടറി അവസാനം തെറ്റിപ്പോയാലുമില്ല. ഒരു മർഹൂം KP മൗലവി അദ്ദേഹത്തെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. ഷെയ്ഖ് മൗലവി പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. അതിനുള്ള പ്രസിഡന്റുമാർ മാറി 25 കൊല്ലം KP മൗലവി തന്നെ. ആ 25 കൊല്ലം അന്തസ്സിൻ്റെ കാലഘട്ടമായിരുന്നല്ലോ. കാരണം നമ്മൾ ആദർശപ്രകാരം, നിയമപ്രകാരം ശരിയായ വ്യവസ്ഥയിൽ സംഘടന പോയപ്പോൾ ആദർശത്തിൻ്റെയും അത് ശേഷം ബഹുമാന്യതയുടെയും അന്തസ്സിൻ്റെയും കാലഘട്ടമായിരുന്നു ആ കാൽനൂറ്റാണ്ട്. പക്ഷെ കണ്ണ് ഇമ്പിയപ്പോൾ തന്നെ ഭരണഘടന വ്യത്യാസം വന്നു, അതിൻ്റെ കോലം മാറി, ഷൂറിൻ്റെ കോലം മാറി. അപ്പോഴാണ് നമ്മൾ വീണ്ടും മതപഥത്തിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കൊണ്ട് വീണ്ടും വിചാരം നമുക്കുണ്ടാവുക. സത്യത്തിലേക്ക്, നീതിയിലേക്ക്, പരിശുദ്ധ ഖുർആന്റെ സന്ദേശത്തിലേക്ക്, വിളിച്ചതിലേക്ക് തിരിച്ചു വന്നാൽ ഇതൊക്കെ മാറി മാറി വരും. ഓരോ ആശയത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരും. അതിൻ്റെ മാറ്റം ലോകത്തും ഉണ്ടാകുന്നു, ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിങ്ങൾ നോക്കായിരുന്നു, ഫിറഔന്റെ കൊട്ടാരത്തിലാണ് മൂസാ നബി വളർന്നത്. ഫിറഔന്റെ കൊട്ടാരത്തിലാണ് മൂസാ നബി വളർന്നത്. അതേ പ്രകാരം തന്നെ വളർന്നു വന്നു. ഇപ്പോൾ ഇസ്ലാമിനെ തകർക്കാനാണ് ജൂതന്മാരുണ്ടാക്കിയത് ഷിയായിസം എന്ന് പറഞ്ഞത്. എന്നിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊന്നു. പല ഖലീഫാൻ യുദ്ധങ്ങളുണ്ടാക്കി, ഹുസൈൻ റളിയല്ലാഹു കൊണ്ട് യാറങ്ങളുണ്ടാക്കി. ഇപ്പോൾ ആ ഷിയാക്കളുടെ ഇടയിലാണ് വാസ്തവത്തിൽ ലോകത്തിൻ്റെ ശക്തിയെ ഭയപ്പെടുന്ന ശക്തി വന്നിരിക്കുന്നത്. അത് വരുന്നത് അതിൻ്റെ വിരോധാഭാസമല്ലേ? അവരുണ്ടാക്കിയവരന്നെ അവരെ എതിർക്കുന്നത്. ഓലാണിതിൻ്റെയൊക്കെ വഴി. ഈ അമേരിക്കൻ ബ്രിട്ടനൊക്കെ തന്നെയാണ് ഈ ഇറാനും ഷിയാക്കളും ഇത് വരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് അവർക്ക് ഉണ്ടാകുന്നത്. നമ്മുടെ ആരെന്തെന്നല്ല, നീതിക്ക് ആര് നിൽക്കുന്നു, അത് ആര് നിൽക്കുകയാണെങ്കിലും ആ നീതിയുടെ കൂടെ നമ്മൾ നിൽക്കുക. അതിനിടയിൽ പടച്ചവൻ വേറെ ഹൈർ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ മാറ്റത്തിൽ തന്നെ, ലോകത്തിൽ തന്നെ ചില മാറ്റങ്ങൾ സംഭവിക്കാം. ആ സംഭവിക്കുന്നതിൻ്റെ നല്ല വശം നമ്മൾ മനസ്സിലാക്കി ആ വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതം, കുടുംബജീവിതം, സമൂഹ ജീവിതം, സംഘടനാ ജീവിതം അത് ഖുർആന്റെ വെളിച്ചത്തിലായി തീരാൻ ശ്രമിക്കുക. എങ്കിൽ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, വിജയം നമ്മുടെ കൂടെയുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ അത് ആർക്കും എപ്പോഴും എങ്ങനെ മരിക്കണമല്ലോ. ചെറിയ ചെറിയ കുട്ടികളിങ്ങനെ ഗസയിൽ മരിച്ചിങ്ങനെ വീഴുന്നു, നമ്മൾ വിഷമിക്കുന്നു. ആ മരിച്ചു പോകുന്നവർക്കൊരു വിഷവുമില്ല. അവർ ഞങ്ങൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അവരെ മറവ് ചെയ്യാൻ പോകുന്ന കുടുംബത്തിന് വിഷമമില്ല. അവർ പറയും ഞങ്ങൾ സ്വർഗത്തിലേക്കാണ്. ആ അന്തസ്സാണ്. മറക്കും സ്വർഗത്തിലേക്കാണെന്ന് ഉറപ്പിച്ച് പോകാൻ നമ്മൾ തയ്യാറായി അങ്ങനത്തെ ജീവൻ നയിച്ച് ജീവിച്ച് മരിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ സലാം, അസ്സലാമു അലൈക്കും എന്നുള്ളതാണല്ലോ. അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നിസ്കാരം കഴിഞ്ഞാലും അല്ലാഹു അന്തസ്സലാം മിങ്കസ്സലാം, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം. അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നാം ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ പറയാനുള്ളത് അതിൽ എഴുതിയിട്ടുണ്ട്, ഇനിയും എഴുതാനുണ്ട്. അത് നിങ്ങൾ വായനയിലും അതിൻ്റെ പ്രോത്സാഹനങ്ങളും നിങ്ങൾ നമ്മുടെ ശബാബിനും നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിലേക്ക് എല്ലാം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സാലിഹാമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.